ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മ ആത്മീയതയുടെ 195-ാമത്തെ സെഷനാണല്ലോ ഇത്. 6-ാം സദനത്തെക്കുറിച്ചുള്ള 35-ാമത്തെ വിചിന്തനവും. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. 6-ാം സദനത്തെക്കുറിച്ചുള്ള 7-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ ഖണ്ഡികയുടെ അവസാന ഭാഗത്താണല്ലോ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നിർത്തിയത്. ദൈവത്തിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ, സന്തോഷം, തൃപ്തി, അതിൻ്റെ ആഘോഷം, അതിനേക്കാൾ കൂടുതലായിട്ട് ദൈവത്തെ ഞാൻ എന്തുമാത്രം അവഗണിച്ചു കൊണ്ടുപോയി, എന്തുമാത്രം അവിടുത്തെ മഹത്വം എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി അവിടെ തുറന്നു വെച്ച് നഷ്ടപ്പെടുത്തി കളഞ്ഞു, അതിൻ്റെ നൊമ്പരം ഇതായിരിക്കും ഈ അവസ്ഥയിലുള്ള വ്യക്തിക്ക് അനുഭവപ്പെടുന്ന മദ്രസ പറഞ്ഞു. മുൻപ് വിവരിച്ചവയും ഇനി വിവരിക്കാനുള്ളവയുമായ ആ ഗണത്തിൽപ്പെട്ട സിദ്ധികളുടെ വൈശിഷ്ട്യം എന്തെന്ന് പറയേണ്ടതില്ലല്ലോ. പറയുകയാണ്, അത്യുഗ്രമായി പാഞ്ഞൊഴുകുന്ന ഒരു നദിയാണ് ചിലപ്പോൾ അവയെ സമകുച്ചുകൊണ്ട് വരുന്നതെന്ന് തോന്നിപ്പോകും. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ശക്തമായിട്ടൊരു മഹാനദിയിൽ എന്ന പോലെ കടന്നു വരുന്ന ഒരു വശത്ത് പാപങ്ങളുടെ ഓർമ്മയോ എന്നാൽ ഒരു ചെളിക്കുഴി പോലെയുമാണ്. അത് സ്മരണാമണ്ഡലത്തിൽ സദാ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തോന്നും. ദുർഭരമായ ഒരു കുരിശ് തന്നെയാണിത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും ഇങ്ങനെ ആത്മീയ അനുഭവങ്ങളും എല്ലാം ശക്തമായിട്ട് മഹാനദി ഒഴുകി വന്ന് നിറഞ്ഞ് കവിയുന്നത് പോലെ നമ്മുടെ ആത്മാവിൽ നിറഞ്ഞ് കവിയും. അതൊരു വശത്ത്. അതേസമയം ചില ചെളിക്കുഴികൾ അതിനിടയ്ക്ക് അപ്പുറം ഇപ്പുറം നമ്മൾ അനുഭവിക്കേണ്ടിയും വരുന്നു. സ്വന്തം പാപങ്ങളുടെ, നമ്മുടെ വീഴ്ചകളുടെ, അലംഭാവങ്ങളുടെ ഓർമ്മകൾ. ഇത് മദ്രസ പറയുന്നത് ഒരു മഹാഭാരപ്പെട്ട കുരിശ് തന്നെയാണിത് എന്ന് പറയുന്നു. 1-ാമത്തെ ഖണ്ഡിക. എനിക്ക് പരിചയമുള്ള ഒരാൾ മരിച്ച് ദൈവത്തെ കാണാനുള്ള ആഗ്രഹം വളരെ പണിപ്പെട്ട് അടക്കിക്കൊണ്ടിരിക്കുകയും തനിക്ക് അവിടുത്തെ നേർക്ക് എന്തുമാത്രം കടപ്പാടുണ്ടെന്നും ഇനിയും എന്തുമാത്രം ഉണ്ടാകാനിരിക്കുന്നുവെന്നും എന്നാൽ യഥാർത്ഥത്തിൽ എന്തുമാത്രം നന്ദിഹീനതയാണ് കാണിച്ചിട്ടുള്ളതെന്നും മറ്റുമുള്ള വിചാരത്തിൻ്റെ വേദന അപ്രകാരം അനുസ്യൂതം അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു മരണത്തെ തന്നെ അപേക്ഷിച്ചു പോയി. എനിക്ക് പരിചയമുള്ള ഒരാൾ പറയുകയാണ്, തൻ്റെ കാര്യം തന്നെ ആയിരിക്കണമെന്നില്ല, ഒരു പക്ഷേ മദ്രസയുടെ സമൂഹത്തിൽ ഇതുപോലെ ആത്മീയ അനുഭവം ജീവിച്ച മറ്റു പല സഹോദരന്മാരുണ്ടായിരുന്നു, നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഉള്ള ഈ സഹനം, ഞെരുക്കം, വിഷമം കാരണം എത്രയും വേഗം മരിച്ച് തമ്പുരാൻ്റെ കൂടെ ആയിരുന്ന മതി എന്ന് ചിന്തിച്ചു പോയി എന്ന് പറയുകയാണ്. നമ്മൾ പൗലോസ് പുസ്തകത്തിൻ്റെ അനുഭവം തന്നെ പങ്കുവെക്കുന്ന നമ്മൾ കണ്ടെങ്കിൽ ജീവിതം ക്രിസ്തുവാണ്, മരണം നേട്ടമാണ്. ഞാൻ ജീവിതത്തിൻ്റെ മരണത്തിനിടയ്ക്ക് ഞെരുങ്ങുന്നു. ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞാൽ എനിക്ക് മരിച്ച് ഈശ്വരോടെ ആയിരിക്കാനാണ്, അതാണ് ശ്രേഷ്ഠവും. പക്ഷേ നിങ്ങളെ പ്രതി ഞാൻ ജീവിക്കും കുറച്ചുകൂടെ എന്ന പുസ്തകം പറയുകയാണ്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ മരിച്ചങ്ങ് പോകാൻ കർത്താവിൻ്റെ പക്കലേക്ക് ചെല്ലാൻ ചിലപ്പോൾ നമ്മൾ മരിക്കാൻ ആഗ്രഹിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ജീവിതം മടുത്തു, ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു. ഇതെല്ലാം കൂടി ഇനി എത്ര നാൾ വഹിച്ചാലാ ഈ രോഗത്തിൻ്റെ ബുദ്ധിമുട്ട്, ആൾക്കാരുടെ ബുദ്ധിമുട്ട്, കഷ്ടപ്പാട്, ഇതെല്ലാം ഒന്ന് തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് മരിച്ചേക്കാവും ചിന്തിക്കുന്ന അവസ്ഥ ചിലപ്പോൾ നമുക്കുണ്ടാകാറുണ്ട്. ഇവിടെ നമുക്ക് സന്തോഷമായിട്ട് സ്നേഹമായിട്ട് എല്ലാവരും ചേർത്ത് പിടിക്കാനും ജീവിക്കാനും പറ്റുന്നില്ല. ഈ മരിച്ചു കഴിയുമ്പോഴും ആ അസ്വസ്ഥത തന്നെ നമ്മളെ കാത്തിരിക്കുള്ളൂ അപ്പുറത്ത്. കാരണം നമ്മളെല്ലാവരും സ്നേഹത്തോട് ചേർത്ത് പിടിക്കാത്തൊരു വ്യക്തിക്ക് മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് ചേർന്നിരിക്കാൻ പറ്റിയല്ല. നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ എന്തുമാത്രം നമ്മുടെ കൂടെയുള്ളവരെയും മറ്റു സഹോദരങ്ങളെയും ചുറ്റുമുള്ളവരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അവിടെ കുറവ് പോരായ്മയൊക്കെ കണ്ടിട്ട് അവരെ സ്നേഹിച്ചും അനുഗ്രഹിച്ചും അവരിങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിൽ പോലും അങ്ങനെ ജീവിക്കാൻ നമ്മൾ തയ്യാറാകുന്നു. അതനുസരിച്ച് നമ്മൾ സ്വർഗത്തിനുള്ള യോഗ്യത നമുക്കുണ്ടാകുന്നത്. ആരോടെങ്കിലും നമുക്കൊരു അകൽച്ച ഉണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ സ്വർഗത്തിന് യോഗ്യരല്ല. തൂർത്തപത്തൻ്റെ ഓപിൻ്റെ ഈശോ മനോഹരോട് പറയുന്നുണ്ടല്ലോ, ജ്യേഷ്ഠൻ വന്നു കഴിഞ്ഞപ്പോൾ അനിയനോടുള്ള അകൽച്ച. അവന് കൊച്ചുനാൾ മുതൽ അപ്പൻ ഇഷ്ടമുള്ള മാത്രം ജീവിച്ച ആളാണ്, ഒരു കാര്യത്തിൽ പോലും അനുസരിച്ച് കാണിച്ചില്ല. പക്ഷേ അനുജനോടുള്ള അകൽച്ച കിടക്കും, അവനകത്ത് കയറാൻ പറ്റുന്നില്ല, വിരുന്ന് കൂടാൻ പറ്റുന്നില്ല. ഈശോ പറയുകയാണ്, നമ്മൾ എത്ര നീതിയോടെ ജീവിക്കുന്നൊക്കെ അവകാശപ്പെട്ട ദൈവത്തിന് ഇഷ്ടമെന്ന് പറഞ്ഞാൽ പോലും ഏതെങ്കിലും ഒരു സഹോദരനോട് സഹോദരി നമുക്ക് അകൽച്ചയും ഉള്ളിലിച്ച അമർഷവും അവിടെ തിന്മയെക്കുറിച്ചുള്ള വിധിക്കലും നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് അകത്ത് കയറാൻ പറ്റുകയില്ല, നമ്മൾ പുറത്ത് നിൽക്കും. കാരണം അകത്ത് കയറി കഴിയുമ്പോൾ അവിടെയുള്ള എല്ലാവരും സ്നേഹത്തെ ചേർത്ത് പിടിക്കണം. അകത്ത് ധൂർത്തപ്പോൾ തന്നെ അനിയനിരിക്കുകയാണ്, അവനെ ചേർത്ത് പിടിക്കാൻ ചേട്ടന് പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഏതെങ്കിലും ധൂർത്തരെ പോലെ ജീവിച്ച് നമ്മുടെ സഹോദരങ്ങളോ കുടുംബങ്ങളോ ആൾക്കാരെ ചേർത്ത് പിടിക്കാൻ തയ്യാറല്ല. അതിൻ്റെ പേരിലാണെന്ന് മരിച്ചു പോയാൽ മതിയാലും ചിന്തിക്കുന്നതെങ്കിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ഇപ്പം മരിക്കാറായിട്ടില്ല, മരിക്കാൻ ഒരുക്കമായിട്ടില്ല, മരിക്കാൻ സമയം, മരിക്കാതിരിക്കുക നല്ലത്. മരിച്ചാൽ നമ്മൾ ക്ഷുദ്രത്തിൽ കിടക്കേണ്ടി വരും.
നമുക്ക് ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ എല്ലാ തരം സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം ജ്വലിക്കണം. അവരിങ്ങോട്ട് സ്നേഹിച്ചാലും ഇല്ലെങ്കിലും, അവരത് അറിഞ്ഞാലും ഇല്ലെങ്കിലും, സ്നേഹബന്ധത്തിൽ അവർ വന്നാലും ഇല്ലെങ്കിലും, അവർ മാറി നിൽക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യം. ഈശോ യുദാസിനെ കൈകാര്യം ചെയ്യുമ്പോൾ യുദാസിനെ സ്നേഹിതാന്ന് ഈശോ വിളിച്ചു. യുദാസ് ആ സ്നേഹം സ്വീകരിച്ചില്ല. അത് യുദാസിന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഈശോയുടെ ഹൃദയം എല്ലാവരും തരം സ്നേഹം കൊണ്ട് നിറഞ്ഞു നിൽക്കുക. ഇത് നമുക്കുള്ള മാതൃക നമുക്ക് ഓർമ്മിക്കാം. അപ്പോൾ മരിച്ചങ്ങ് പോയാൽ മതി എന്ന് ചിന്ത വരും എന്ന് അമദ്രസ ഇവിടെ പറയുമ്പോൾ നമ്മളാരും എടുത്തിയായിട്ട് ചിന്തിക്കേണ്ട. ഞാനും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്ന് ചിന്ത വേണ്ട. നമ്മുടെ ചിന്തയുടെ കാരണം എന്നെ നോക്കണം. തമ്പുരാൻ്റെ കൂടെ ആയിരിക്കാനുള്ള തീക്ഷ്ണമായ ആഗ്രഹം കൊണ്ടാണോ അത് ഇവിടുത്തെ ബുദ്ധിമുട്ട് തീർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് നമ്മളത് പരിഗണിക്കേണ്ടതായിട്ട് ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൻ്റെ അകൃത്യങ്ങളോട് തുലനം ചെയ്യത്തക്കതായി മറ്റാരുടേതെങ്കിലും ഉണ്ടെന്ന് ഊഹിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. അപ്പം ഇത് നോക്കിക്കുക, തൻ്റെ അകൃത്യങ്ങളോട് തുലനം ചെയ്യത്തക്കതായി മറ്റാരുടേതെങ്കിലും ഉണ്ടെന്ന് ഊഹിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. എൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ, നന്ദിഹീന ദൈവദ്രോഹം എത്രയോ ഭീകരമാണ്, എത്രയോ ദയനീയമാണ്, എത്രയോ കഥാനെ മുറിപ്പെടുത്തതായിപ്പോയി. ഞാൻ ഈ ലോകത്തിലെ പാപികൾ ഒന്നാമത്തവനാണ്. ഇങ്ങനെ ഒരു ബോധ്യമാണ് പൗലോസപ്പോസ്തലനുണ്ടായിരുന്നത്. അമദ്രസക്കാരനെ ഇതൊരു അമദ്രസക്കാരനെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഞാൻ സാമാന്യ ഭംഗിയായിട്ട് ജീവിക്കുന്നയാളാണ്, അവരൊക്കെ എന്ത് വൃത്തികൾ കാണിക്കുന്നു, അവരൊക്കെ ഒരു ബോധമില്ല, അവർക്കൊരു പ്രാർത്ഥനയില്ല, ആത്മീയതയില്ല, എന്നുമില്ല. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ ചിന്ത അങ്ങനെയാണ് എന്നതിൻ്റെ സൂചന തന്നെ എന്താണ്? നമ്മൾ ഇതുവരെ ഈ സ്നേഹത്തിൻ്റെ തെളിച്ചത്തിലേക്ക് വന്നിട്ടേയില്ല. നമ്മൾ ഫരിസയ മനോഭാവത്തിലാണ്. നമ്മൾ നമ്മുടെ തൃപ്തി നോക്കി, നമ്മളുടെ പ്രാർത്ഥനയും ത്യാഗങ്ങളും നോയമ്പും ജീവിതത്തിൻ്റെ ചിട്ടയും കുദാശ സ്വീകരണങ്ങളും എല്ലാം നോക്കിയിട്ട് തൃപ്തിയെടുത്ത് ദൈവം നന്ദി പറയുക. ഞാൻ അവരെ പോലും നല്ലല്ലോ, അവരെ പോലും നല്ലല്ലോ, അവർക്ക് കണ്ടില്ല, ഒരു ബോധമില്ല, പ്രാർത്ഥനയില്ല, കുമ്പസാരമില്ല, ധ്യാനം കൂടാൻ പോകുന്നില്ല, സ്തുതിക്കുന്നില്ല, ലോകാരികൾ മുഴുവൻ നടക്കുക. ഇങ്ങനെ വിധിക്കുന്ന ഉള്ള അതിൽ തന്നെ ദൈവികം അല്ല എന്നുള്ള നമ്മൾ തിരിച്ചറിയണം. ഇപ്പോഴും അമദ്രസ പറയുന്നത് കണ്ടില്ലേ, തൻ്റെ അകൃത്യങ്ങളോട് തുലനം ചെയ്യത്തക്കതായി മറ്റാരുടെയെങ്കിലും ഉണ്ടെന്ന് ഊഹിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അപ്പം നമുക്ക് മറ്റാരെയും നോക്കിയിട്ട് തിന്മ കാണാനേ പറ്റുന്നില്ല. അവർക്ക് എത്ര വിശുദ്ധമായിട്ട് ജീവിക്കുന്നു, എത്ര സന്തോഷമായിട്ട് ജീവിക്കുന്നു. അവർ ചില കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നില്ലായിരിക്കും, നന്മ ചെയ്യുന്നില്ലായെങ്കിൽ അവർക്ക് ദൈവം അത്രേ കൊടുത്തുള്ളൂ. ദൈവം എനിക്ക് എന്തുമാത്രം തന്നു, ഇത്രയും ആത്മീയബോധ്യങ്ങളും കൃപകളും എല്ലാം എനിക്ക് തന്നിട്ട് ഞാൻ ഇത്ര ജീവിക്കുന്നുള്ളൂ. ഈ കൃപകൾ അവർക്ക് കിട്ടുന്ന അവരെങ്ങനെ ജീവിച്ചേനെ? അതുകൊണ്ട് അവരെ വിധിക്കാൻ ഞാനാളല്ല, ഇതാണ് നമുക്ക് യഥാർത്ഥത്തിൽ അറിയാതെ ഉണ്ടാകേണ്ട ആത്മീയ മനോഭാവവും അവസ്ഥയും എന്ന് നമ്മൾ ഓർമ്മിക്കണം. തൻ്റെ അകൃത്യങ്ങളോട് തുലനം ചെയ്യത്തക്കതായി മറ്റാരുടേതെങ്കിലും ഉണ്ടെന്ന് ഊഹിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. എന്തെന്നാൽ ദൈവം അത്രമാത്രം ക്ഷമിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ളവർ വേറെ ആരുമില്ലെന്നത്ര അവൾ ധരിച്ചിരുന്നത്. ഇതാണ് കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് തന്നെ, എനിക്ക് എന്തുമാത്രം അനുഗ്രഹം ദൈവം തന്നു ഇതുപോലെ. എന്നാൽ ദൈവം അത്രമാത്രം എന്നോട് ക്ഷമിച്ചു, അത്രമാത്രം എന്നെ അനുഗ്രഹിച്ചു. ഇത്രയും ദൈവത്തിൻ്റെ ക്ഷമയും കാരുണ്യവും അനുഗ്രഹവും ലഭിച്ചിട്ടുള്ള വേറെ ആരുമില്ല. ഇവിടെ അവർ ചിലരൊക്കെ അത്ര പ്രാർത്ഥിക്കുന്നില്ല, ആത്മീയം നടന്നില്ല എങ്കിൽ അവർക്ക് അത്രേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് അവർ കിട്ടിയുടെ അലമാത കാണിക്കുന്നുണ്ട്. അവരെ വിധിക്കാൻ ഞാൻ ആളേ അല്ല. ഇതാണ് നമുക്ക് അറിയാതെ തന്നെ വരുന്ന ചിന്ത വരത്തക്ക രീതി ഉണ്ടാകേണ്ട ആത്മീയ കാഴ്ചപ്പാട് മനോഭാവവും. നരകത്തെക്കുറിച്ചുള്ള ഭയമാണെങ്കിൽ മേൽപ്പറഞ്ഞ തരക്കാർക്ക് ഒട്ടും തന്നെ ഇല്ല. നരകത്തിൻ്റെ ചിന്തയെ അല്ല, നമ്മൾ വീണ്ടും പറയുകയാണ്, നരകത്തിൻ്റെ വിഷയമേ അല്ല, പേടിയില്ല, നരകത്തിൽ പോകുന്ന ഉറപ്പാണ്. അത്ര ഈശോയുടെ ഐക്യപ്പുണ്ട്. ദൈവം തങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കുമോ എന്ന വിചാരം ചിലപ്പോൾ അവരെ വളരെ ഉത്കണ്ഠാകുലരാക്കാറുണ്ട്. എങ്കിലും അത് അപൂർവമാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോകും, ദൈവത്തെ ഉപേക്ഷിച്ച് തങ്ങൾ പോകുമോ എന്നൊരു ഉത്കണ്ഠ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ. പക്ഷേ അത് സ്വന്തം മിടുക്ക് കഴിവതിനേക്കാൾ കൊണ്ട് തൻ്റെ നല്ല ദൈവം എന്നെ തള്ളിക്കളയല എന്നുള്ള ഒരു ഉറപ്പ്, ദൈവത്തിൻ്റെ നന്മയിലുള്ള ബോധ്യവും ഉറപ്പും കൊണ്ട് അവർക്ക് തങ്ങൾ നശിച്ചു പോകും എന്നുള്ള ചിന്ത ഒട്ടും തന്നെ ഇല്ല. എനിക്ക് ചിലപ്പോൾ ശങ്ക പോലെ വരാൻ വേണമെങ്കിൽ, പക്ഷേ ഇല്ല. ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്. നമ്മൾ റോമ 5 വായിക്കുന്നത്, നമ്മൾ രക്ഷിക്കപ്പെടുമെന്ന് തീർച്ചയാണെന്ന് പൗലോസ് ഉറപ്പ് തരുന്നു. പാപികളായിരിക്കെ തന്നെ അവിടെ നമുക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ ഇപ്പം നമ്മൾ അവിടുത്തെ പുത്രൻ്റെ രക്ഷാകര സംഭവത്തിലൂടെ മാമോദിസ സഭയിൽ അംഗങ്ങളായി ഉദാശയുടെ മുന്നോട്ട് നീങ്ങുമ്പം നമ്മുടെ കുറവും പോരായ്മയൊക്കെ നമ്മൾ എന്തുമാത്രം നമ്മൾ ക്ഷമിച്ച് മാറ്റിയിട്ട് നമ്മൾ ചേർത്ത് പിടിക്കും, രക്ഷ പ്രാപിക്കും. അവൻ്റെ രക്തത്താൽ നമ്മൾ രക്ഷ പ്രാപിക്കുമെന്ന് തീർച്ചയാണ്. അവർ രക്ഷ പ്രാപിച്ചവരാണ് നമ്മൾ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ ചില ആൾക്കാർക്ക് ചോദിക്കും. ചിലപ്പോൾ നമുക്ക് ഉത്തരം പറയാൻ ചില വിഷം വരാറുണ്ട്. ചിലപ്പോൾ കത്തോലിക്ക നമ്മുടെ സഭയിലെ അംഗങ്ങൾക്ക് നമ്മൾ ഉറപ്പിച്ച് പറയാൻ പറ്റും, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്, ഞങ്ങൾ സ്വർഗം പ്രാപിക്കുന്ന ഉറപ്പായവരാണ്. അങ്ങനെ ആയിരിക്കണം നമ്മൾ, അങ്ങനെ ആകണം. അത് നമ്മുടെ ഔദ്ധത്യമല്ല, മോഹമല്ല, മറിച്ച് ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം
നഷ്ടപ്പെട്ട ഒരു ചിന്ത അപൂർവമായിട്ടുണ്ടായിരുന്ന വരാം ആശങ്ക. അവരുടെ ആധിയെല്ലാം ദൈവത്തെ ദ്രോഹിക്കാൻ ഇടയാകത്തക്ക വണ്ണം അവിടുന്ന് തങ്ങളെ കൈവിടിയരുതേയെന്നും മുൻപ് ചില അവസരത്തിൽ തങ്ങൾ നിബന്ധിച്ചു പോയ അതീവ നിർഭാഗ്യസ്ഥിതിയിൽ വീണ്ടും വീടരുതേയെന്നും മാത്രമാണ്. ചില അവസരങ്ങൾ തമ്പുരാനെ മറന്ന് പിന്നെയും പോയിട്ടുണ്ട്. വലിയ മാരകപാപങ്ങളുടെ വിഷയമൊന്നും അല്ല ഇവിടെ അപദ്രസ്യ പറയുന്നത്. തമ്പുരാൻ നൽകിയ ബോധ്യങ്ങൾ കാരണം ജീവിതം ആരംഭിച്ച അതിൻ്റെ അനുഭവത്തോടെ നീങ്ങിയിട്ട് പിന്നെയും ഇച്ചിരി വേണ്ടാത്തതിൻ്റെ പുറകെയും ഇച്ചിരി അലംഭാവവും ഇച്ചിരി അശ്രദ്ധയും ഇച്ചിരി ലോകമോഹങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് ശ്രദ്ധ മാറിപ്പോയി തമ്പുരാനെ ഉപേക്ഷിച്ചു പോയി. അവിടെ നൽകിയ ബോധ്യങ്ങൾ കാരണം ജീവിക്കുന്നതിന് തീക്ഷണത കാണിച്ചില്ല. അതൊക്കെയാണ് ഇനി അങ്ങനെ ഉണ്ടാകുമോ ഉണ്ടാകരുത് എന്നുള്ളതാണ്. സ്വന്തം ക്ലേശങ്ങളെക്കുറിച്ചോ മഹിമയെക്കുറിച്ചോ അവർക്ക് ഒരു കരുതലുമില്ല. എൻ്റെ ബുദ്ധിമുട്ട് അതൊന്നുമല്ല, എന്നെ പിന്നെ ആൾക്കാരുടെ ചിന്തിക്കും, അതുമല്ല വിഷയം. ദീർഘകാലം ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കരുതെന്ന് അവർ ആഗ്രഹിക്കുന്നെങ്കിൽ അത് അവിടെ അനുഭവിക്കേണ്ടി വരുന്ന വേദന നിമിത്തം എന്നതിനേക്കാൾ അത്രയും നാൾ ദൈവ സാമീപ്യമില്ലാതെ വരരുതെന്നുള്ള കരുതൽ കൊണ്ട് അത്രയും. അപ്പോൾ ശുദ്ധീകരണ സ്ഥലം പോലും ഒഴിവാക്കണം, എനിക്കത് വേണ്ടായും ചിന്തിക്കുന്നതിൻ്റെ കാരണം അവിടുത്തെ വേദന സഹിക്കാൻ പറ്റിയല്ല എന്നുള്ളതല്ല, മറിച്ച് തമ്പുരാൻ്റെ സാമീപ്യം ദർശനമില്ലാതെ അങ്ങനെ കഴിയാൻ പറ്റുകയല്ല, അവിടുത്തെ പക്കത്ത് അകന്നു നിൽക്കാൻ സാധിക്കുകയില്ലെന്നുള്ള ആ ചിന്ത വെച്ചുകൊണ്ടാണ് എനിക്ക് ശുദ്ധീകരണ സ്ഥലം വേണ്ട എന്ന് അവർ ചിന്തിക്കുന്നത്. നമ്മുടെ എപ്രാസ്യാമ്മ ഇത് ആവർത്തിച്ച് ആത്മപിതാവിൻ്റെ പക്കൽ പങ്കുവെക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പിതാവെ, എനിക്ക് ശുദ്ധശലത്തിൽ കിടക്കണ്ട, ഇവിടെ നിന്ന് മരിച്ച അപ്പോൾ നേരെ സ്വർഗത്തിലെത്താനുള്ള കൃപ അങ്ങ് പിതാവ് എനിക്ക് വാങ്ങിത്തരണം, അതിനൊക്ക നല്ല പ്രായശ്ചിത്തങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ എന്നെക്കൊണ്ട് ചെയ്യിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എപ്രാസ്യാമ്മ ആത്മപിതാവിനോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ ആത്മപിതാവിൻ്റെ പക്കൽ അങ്ങനെ ചോദിക്കാറുണ്ടോ? ആത്മപിതാവ് തന്നെ നമുക്കുണ്ടോ? ഒരു കുമ്പസാരക്കാരനുണ്ടോ? നമുക്ക് പ്രായശ്ചിത്തങ്ങൾ കൂടുതൽ പറഞ്ഞു തരണേ, എന്നെ കുറ്റപ്പെടുത്തണമേ, എൻ്റെ കുറവുകൾ കാണിച്ചു തരണം, എനിക്ക് നല്ല പരിഹാര പ്രവർത്തനം വെച്ചു തരണേ എന്ന് പറയാനോ ചിന്തിക്കാനോ ഇന്ന് നമുക്ക് ആർക്കും താല്പര്യമില്ല, ശ്രദ്ധയില്ല. ഏതെങ്കിലും നമ്മുടെ കുമ്പസാരക്കാരൻ ആത്മപിതാവ് നമ്മളെ കുറ്റപ്പെടുത്തുക പറഞ്ഞു ചെയ്തിട്ടുണ്ട്, നമ്മുടെ രീതിയെല്ലാം മാറും. നമ്മൾ ആകപ്പെടെ അസ്വസ്ഥപ്പെട്ട് വല്ലാണ്ടായിട്ട് പിണങ്ങിയും കറുപിച്ചും അല്ല ഇട്ടിട്ട് പോയി ഒക്കെ പോകുന്ന അവസ്ഥ ആണ് ഇന്ന് പലപ്പോഴും ശുശ്രൂഷ മേഖലയൊക്കെ കാണുന്നുള്ളത് വേറെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിലായിരിക്കേണ്ട ആത്മീയ വഴി എന്തുമാത്രം അകലെയാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തര സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.